ഹലോ ഫ്രണ്ട്സ്, അകലെ ലേറ്റസ്റ്റ് റിവ്യൂ. സരസ്വതി അമ്മ സൂര്യമംഗലം കോവിലകത്തെ അക്കൗണ്ടൻ്റായ മേനോനോട് ചോദിക്കുന്നു, കാര്യങ്ങളൊക്കെ എങ്ങനെ പോകുന്നുണ്ട്? വളരെ സന്തോഷമായിട്ട് കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട് മാഡം. പിന്നെ മറ്റൊരു കാര്യം പറയാൻ വേണ്ടി ഞാൻ മാഡം വരാൻ കാത്തിരിക്കുമായിരുന്നു. മാഡം, നമ്മൾ ഇനിയെങ്കിലും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതെന്താ, പറയൂ മേനോനെ. അതായത് ഈ കോവിലകം വക എല്ലാ കാർഷിക വിളകളും ഉൽപ്പന്നങ്ങളും എല്ലാം കർഷകർ തന്നെ ഇവിടുത്തെ ഔട്ട്ലെറ്റിൽ കുറഞ്ഞ വിലയ്ക്ക് കച്ചവടം ചെയ്യുന്നു. അപ്പോഴതിൻ്റെ ലാഭം മുഴുവനും കിട്ടുന്നത് ആർക്കാണെന്നറിയാവോ? കർഷകർക്ക്. അങ്ങനെ നോക്കുമ്പോൾ ഒരു ചെറിയ ലാഭവീതം മാത്രമേ നമുക്ക് കിട്ടുന്നുള്ളൂ. സമ്പാദിക്കുന്നത് കൃഷി ചെയ്യുന്നവർ. അതുകൊണ്ട് നമുക്കെന്താ പ്രയോജനം മാഡം? അത് കേട്ടിട്ട് നമ്മുടെ സരസ്വതി അമ്മ ചോദിക്കുന്നു, അല്ല മേനോൻ എന്തോ ഈ പറഞ്ഞു വരുന്നത്? അതായത് മാഡം, എനിക്കൊരു ഇൻ്റർനാഷണൽ കമ്പനിയുടെ പ്രപ്പോസൽ കിട്ടിയിട്ടുണ്ട്. മായമില്ലാത്ത കാർഷിക വിളകൾ വിദേശത്തോട്ട് എക്സ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കപ്പോൾ നല്ല വില കിട്ടും. അത് കേട്ടിട്ട് സരസ്വതി അമ്മയ്ക്ക് ദേഷ്യം വരുന്നുണ്ട്. താൻ എന്തോടോ പറഞ്ഞു വരുന്നത്? സൂര്യമംഗലം കോവിലകത്തുള്ളവർ കച്ചവടക്കാരാണെന്നോ? അയ്യോ അല്ല മാഡം, താനിനി ഒരക്ഷരം വേണ്ടി പോകരുത്. ഇതേ മഹാദേവവർമ്മയുടെ തറവാടാണ്. അദ്ദേഹത്തിൻ്റെ കാർന്നവന്മാർ തൊട്ട് ഈ ഞാൻ വരെ മനുഷ്യരുടെ നന്മയ്ക്ക് വേണ്ടി ജീവിച്ചവരും പ്രവർത്തിച്ചവരുമാ. കർഷകരെ പിഴിഞ്ഞ് ഞങ്ങൾ ആരും ഇന്ന് വരെ കാശുണ്ടാക്കിയിട്ടില്ല. ഞങ്ങൾക്കൊരാദർശമുണ്ട്, അത് നന്മയും കരുണയും മാത്രമാണ്. അയാൾ പുതിയ കച്ചവടം കൊണ്ട് വന്നിരിക്കുന്നു. കുറുപ്പേ, ഈ മേനോനെ ഇനി നമ്മുടെ സർവീസിൽ വേണ്ട. എല്ലാ ഏർപ്പാടും തീർത്ത് ഇപ്പം തന്നെ ഇയാളെ ഇവിടുന്ന് പറഞ്ഞു വിട്ടേക്ക്. അയ്യോ മാഡം, ദേഷ്യപ്പെടല്ലേ മാഡം. ഞാൻ എന്തെങ്കിലും അവിവേകം പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാഡം ദയവ് ചെയ്ത് എന്നോട് ക്ഷമിക്കണം. ദയവായി എന്നെ ഇവിടുന്ന് പിരിച്ചു വിടരുത് മാഡം. തൻ്റെ സേവനം ഇനി ഇവിടെ ആവശ്യമില്ല. താനേ സൂര്യമംഗലത്തുകാരെ വെറും കച്ചവടക്കാരായിട്ട് കണ്ട ആളാ. ദുർബലർക്കും പാവപ്പെട്ടവർക്കും വേണ്ടിയേ ജീവിച്ച ഒരു മന്ത്രിയുടെ വീടായത്. അതൊന്നും താൻ ഓർത്തില്ല. അതുകൊണ്ട് താൻ ഇനി ഇവിടെ നിൽക്കേണ്ട, തനിക്ക് പോകാം. ഇതൊക്കെ കേട്ടോണ്ട് നിൽക്കുവാണ് രാജുവും ഹൃതിയും. രാജു പെട്ടെന്ന് സരസ്വതി അമ്മയോട് ചോദിക്കുന്നു, അമ്മമ്മേ, ഇദ്ദേഹത്തോട് സംസാരിക്കാൻ എനിക്ക് ഒരേ ഒരു അവസരം തരാമോ? ഒരേ ഒരു അവസരം മതി അമ്മാമ്മേ. അതിനെന്താ, രാജു സംസാരിച്ചോളൂ. അങ്ങനെ രാജു മേനോനോട് ചോദിക്കുക, മേനോൻ സാറേ, ഒരാളുടെ വിയർപ്പിൻ്റെ വില കിട്ടേണ്ടത് അത് അയാൾക്കാണോ അതോ നോക്കി നിൽക്കുന്ന ആൾക്കാണോ? അയ്യോ, അത് അയാൾക്ക് തന്നെ. എന്നാലേ മണ്ണിൽ പണിയെടുക്കുന്നവനാ ആ വിളവിൻ്റെ യഥാർത്ഥ അവകാശി. അങ്ങനെയല്ലേ? അയ്യോ ആന്ന്. എന്നാലേ ഞാൻ അറിഞ്ഞിടത്തോളം ഈ നാട്ടിലെ മിക്ക ആളുകളും ഈ കോവിലകത്തെ വിശ്വസിച്ച് ഇവിടെ പണിയെടുത്ത് ജീവിക്കുന്ന ആൾക്കാരാ. അപ്പോൾ അവരെ ചതിക്കുന്ന ഒരു പ്ലാനും കൊണ്ടല്ലേ സാർ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്? ഈ തറവാട്ടിൽ ഉണ്ടായിരുന്നവരും ഇപ്പോൾ ഉള്ളവരും മറ്റുള്ളവരെ ചൂഷണം ചെയ്തേ ജീവിക്കുന്നവരല്ല. കഷ്ടപ്പെടുന്നവനെയും പാവപ്പെട്ടവരെയും സഹായിക്കാൻ വേണ്ടി ജീവിക്കുന്നവരാ. അതാണ് അവരുടെ ജീവിത ലക്ഷ്യം. അതാണ് ഇവിടുത്തെ സംസ്കാരം. മേനോൻ സാറിന് വല്ലതും മനസ്സിലായോ? അയ്യോ, ഞാൻ എൻ്റെ തെറ്റ് മനസ്സിലാക്കുന്നേ. എന്നോട് ക്ഷമിക്കണം മാഡം. രാജു പറയുക, അമ്മാമ്മേ, എനിക്ക് വേണ്ടി ഒരു പ്രാവശ്യത്തേക്ക് ഇദ്ദേഹത്തോടൊന്ന് ക്ഷമിക്കണം അമ്മാമ്മേ. ശരി, രാജു പറഞ്ഞതുകൊണ്ട് മാത്രം ഒരേ ഒരു പ്രാവശ്യം നിങ്ങളോട് ഞാൻ ക്ഷമിച്ചിരിക്കുന്നു എന്ന് സരസ്വതി അമ്മ മേനോനോട് പറയുന്നുണ്ട്. അങ്ങനെ മേനോൻ രാജുവിന് ഒരുപാട് താങ്ക്സ് ഒക്കെ പറഞ്ഞിട്ട് പോവുകയാണ്. ഇതൊക്കെ കണ്ടും കേട്ടു അവിടെ നിന്നിരുന്ന കാര്യസ്ഥൻ പറയുക, മഹാദേവവർമ്മ സാറിൻ്റെ PA ആയിരുന്ന പ്രതാപവർമ്മ സാറും വലിയ കഴിവുള്ള ഒരാളായിരുന്നു. ആ പ്രതാപവർമ്മ സാറിൻ്റെ PA ഇപ്പോൾ അതിനേക്കാളൊക്കെ കഴിവുള്ള ഒരാളാണല്ലോ. അത് കേട്ട് ചിരിച്ച് നല്ല സന്തോഷത്തോടെ ഹൃതിക പറയുക, പുലിയാണ് കേട്ടോ, ഇപ്പോഴാണ് ഞാനും ഇതൊക്കെ അറിയുന്നത്. സരസ്വതി അമ്മ പറയുക, ഇവൻ്റെ മുഖത്തെ ആ ഗ്രേസ് കണ്ടപ്പോൾ തന്നെ ഞാൻ മനസ്സിൽ കുറിച്ചതാ, ഇവൻ്റെ തലയിലെ ദൈവത്തിൻ്റെ കയ്യൊപ്പുണ്ടെന്ന്. ഇവൻ എൻ്റെ കൊച്ചുമോൻ തന്നെ. അത് കേട്ടുകൊണ്ട് നമ്മുടെ കാര്യസ്ഥൻ ചോദിക്കുക, അല്ല മാഡം, രാജു സാർ ഏത് കോവിലകത്തെയാ? അത് കേട്ടുകൊണ്ട് നമ്മുടെ സരസ്വതി അമ്മ ചോദിക്കുക, അതെന്താടോ, കോലോത്ത് ജനിച്ചാലേ കഴിവുള്ളവനാകാവുള്ളെന്ന് വല്ല വ്യവസ്ഥയുണ്ടോ? അയ്യോ, അങ്ങനെയൊന്നുമില്ല. കുറുപ്പ് എവിടെയാണ് ജനിച്ചത്? ഞാനൊരു സാധാരണ കുടുംബത്തിലെയാ. എന്നാലേ എൻ്റെ കൊച്ചുമകനും ഒരു സാധാരണ കുടുംബത്തിലെ തന്നെ. കുറുപ്പിനറിയാവോ, നിങ്ങളുടെ കൂട്ടുകാരനായി ഇവൻ്റെ അച്ഛൻ. ഇവിടെ കുറുപ്പേ, ഇവൻ വേണുവിൻ്റെ മകനാടോ. അയ്യോ, നമ്മുടെ ഡ്രൈവർ വേണുവോ? മാഡം, ഡ്രൈവർ വേണുവിൻ്റെ മകനാണോ ഇത്? ദൈവമേ, എൻ്റെ ഈശ്വര, എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ലല്ലോ. മാഡം, പണ്ടൊരു ക്ഷിപ്ര കോപിയായിരുന്നു. ഇപ്പം മാറ്റം വന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട് മാഡം. സരസ്വതി അമ്മ കുറച്ച് സങ്കടത്തോടെ പറയുവാണ്, എൻ്റെ ആ ക്ഷിപ്രകോപം എന്നെ തന്നെ അങ്ങ് വേട്ടയാടിയില്ലേ കുറുപ്പേ? എൻ്റെ മകളെ ഞാനൊന്ന് കണ്ടിട്ട് 20 വർഷങ്ങളാകുന്നു.
അമ്മാമ്മ സങ്കടപ്പെടുന്ന കണ്ടിട്ട് ഋതികയ്ക്കും സങ്കടം വരുന്നു. അമ്മാമ്മയെ എന്നും വിളിച്ച് സമാധാനിപ്പിക്കുന്നുണ്ട്. അപ്പോൾ സരസ്വതി അമ്മ കുറുപ്പിനോട് പറയുന്നു, കുറുപ്പെ കുട്ടികൾക്കുള്ള മുറി കാണിച്ചു കൊടുക്ക്. അങ്ങനെ മുറി കാണിച്ചു കൊടുക്കാനായിട്ട് കുറുപ്പ് അവരെയും വിളിച്ചുകൊണ്ട് പോവുകയാണ്. രാജുവിന് പെട്ടെന്നൊരു സംശയം. രാജു കുറുപ്പിനോട് ചോദിക്കുക, അല്ല ഇതുപോലുള്ള കോവിലങ്ങളിലെ പണ്ട് കൊല്ലും കൊലയൊക്കെ നടന്നിട്ടുണ്ടെന്ന് പറയുന്നുണ്ടല്ലോ, ശരിയാണോ? ഈ കോവിലകത്തും അങ്ങനെയൊക്കെ നടന്നിട്ടുണ്ടെന്നേ ചില പഴമക്കാരൊക്കെ പറഞ്ഞ് ഞാനും കേട്ടിട്ടുണ്ട് എന്ന് കുറുപ്പ് പറയുവാണ്. പക്ഷേ മഹാദേവവർമ്മ സാറിൻ്റെ അച്ഛൻ തമ്പുരാൻ്റെ കാലം തൊട്ട് ഏതായാലും അതൊന്നുമില്ല. മഹാദേവവർമ്മ സാറൊക്കെ നല്ല തങ്കപ്പെട്ട മനുഷ്യനായിരുന്നു. മറ്റുള്ളവരുടെ സങ്കടം കേട്ടാൽ അദ്ദേഹം കരയുമായിരുന്നു. എന്നാലേ ഒരു 100-150 വർഷത്തിന് മുൻപ് ഇവിടെ ഒരു തമ്പുരാനുണ്ടായിരുന്നു, ഒരു രാമരാജരാജവർമ്മ. ഭയങ്കരനായിരുന്നെന്നാണ് കേട്ടിട്ടുള്ളത്. കുതിരപ്പുറത്തേ സഞ്ചരിക്കത്തുള്ളൂ. ഇഷ്ടമില്ലാത്തവരെ കണ്ട അപ്പോൾ തന്നെ വെട്ടിക്കൊല്ലും. അത്ര പരമദുഷ്ടനായിരുന്നു അയാൾ. അതിനേക്കാളൊക്കെ മോശമായ ഒരിടപാടും അയാൾ നടത്തിയിരുന്നു. അതായത് പ്രായമായ പെൺകുട്ടികളെയൊക്കെ കോവിലകത്ത് എത്തിക്കണമെന്നായിരുന്നു അയാളുടെ കൽപ്പന. അങ്ങനെ ഇവിടെ വന്നുപെട്ട ഒരു കൊച്ചു പെൺകുട്ടി അയാളിങ്ങനെ ഉറങ്ങിക്കിടക്കുന്ന സമയം നോക്കി അയാളുടെ തന്നെ വാളെടുത്ത് അയാളെ വെട്ടിയങ്ങ് കൊന്നു. അത് കേട്ടിട്ട് ഋതിയെ പറയോ, അയാൾക്ക് അങ്ങനെ തന്നെ വേണം. രാജു പറയുന്ന, അയ്യോ മേഡം അങ്ങനെ പ്രാഗല്ലേ, മേഡത്തിൻ്റെ മുതുമുത്തശ്ശനാത്. എന്നാൽ ഇതൊന്നുമല്ല പിന്നെയും കിടക്കുന്ന കാര്യങ്ങൾ. മരിച്ചിട്ടും ഈ തമ്പുരാൻ ആർക്കും ഒരു സ്വസ്ഥതയും കൊടുത്തിട്ടില്ല. അമാവാസി വന്നു കയറുന്ന മാസം ആദ്യ വെള്ളിയാഴ്ചകളിൽ ഈ തമ്പുരാൻ്റെ പ്രേതം ഇറങ്ങി കൊച്ചു പെൺപിള്ളാരെ പേടിപ്പിക്കാറുണ്ട്. ഈ തമ്പുരാൻ്റെ പ്രേതത്തിന് നാട്ടുകാരൊരു പേര് വിട്ടിട്ടുണ്ട്, കാമരാജൻ അറുകൊല. അത് കേട്ടിട്ട് ഋതികയും രാജുകൂടെ ചിരിച്ചോണ്ട് ചോദിക്കുന്ന, അല്ല എന്തറുകൊലയാ? കാമരാജൻ അറുകൊല. അപ്പോഴൊരു ആനയുടെ ചിന്നമ്മിളി പോലൊരു ശബ്ദം കേൾക്കുന്നു. ഋതികയെ അങ്ങ് പേടിച്ചിട്ട് ചോദിക്കുന്നു, അയ്യോ ഇനി കാമരാജൻ അറുകൊലയാണോ വന്നത്? കുറുപ്പ് പറയുന്നു, അതൊന്നും അല്ല മോളെ, അതേ ആന മരമൊടിച്ചതാ. അവരങ്ങനെ നടന്നു വരുമ്പോൾ ഒരു മുറി ഇങ്ങനെ വലിയ താഴിട്ടൊക്കെ പൂട്ടിയേക്കുന്നു. എന്തോ ഒരു പ്രത്യേകത ആ മുറിക്ക് കാണുന്നുണ്ട്. അത് രാജുവും ഋതികയും ശ്രദ്ധിച്ച് ഋതിക ചോദിക്കുന്നു, ഈ മുറി ആരുടെ താങ്കളെ? അയ്യോ മോളെ, മോക്കപ്പോൾ കഥകളൊന്നും അറിഞ്ഞുകൂടെ എന്ന് കുറുപ്പ് ചോദിക്കുമ്പോൾ ഋതിക പറഞ്ഞു, അയ്യോ എനിക്കൊന്നും അറിഞ്ഞുകൂടാ. എന്താ, നിങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് എത്ര നാളായി? അതിപ്പോൾ കുറച്ച് ദിവസമേ ആയിട്ടുള്ളൂ. അപ്പോൾ പ്രതാപവർമ്മ സാറ് മോളോട് പഴയ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല ഇല്ലേ? ഇല്ലെങ്കിലേ, എന്നാലേ അതൊക്കെ ഒരു ചരിത്രമാണ് മോളെ. ഞാനായിട്ടൊന്നും പറയുന്നില്ല, എന്നോടൊട്ട് ചോദിക്കുകയും വേണ്ട. നിങ്ങൾക്ക് രണ്ടാൾക്കും അതൊക്കെ പതിയെ പതിയെ അങ്ങ് മനസ്സിലായിക്കോളും. എൻ്റെ കുറുപ്പെ, നല്ല സന്തോഷത്തോടെ വന്ന പിള്ളേരെ ഇങ്ങനെ പേടിപ്പിക്കേണ്ട വല്ല കാര്യമുണ്ടായിരുന്നോ? എന്നിട്ട് കുറുപ്പ് അവർക്കൊരു നല്ല മുറി കാണിച്ചു കൊടുത്തിട്ട് പറയുന്നു, ഈ കോവിലകത്തെ ഏറ്റവും നല്ല മുറിയാണിത്. നിങ്ങൾ ഇതിനകത്ത് വിശ്രമിച്ചോ. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ദാണ്ട കോളിംഗ് ബെല്ലൊന്ന് അമർത്തിയാൽ മതി, അപ്പം തന്നെ ഞാൻ ഓടി വന്നോളൂ. അല്ലെങ്കിൽ സെർവൻസ് ഉടനെ എത്തും. നിങ്ങളുടെ ബാഗൊക്കെ ഞാനിങ്ങ് എടുത്തുകൊണ്ട് വരട്ടെ. പിന്നെ ഒരു കാര്യം പ്രത്യേകിച്ച് പറയാം, നിങ്ങൾ രണ്ടാളും ഒറ്റയ്ക്ക് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ഇറങ്ങി നടക്കരുത്, ഒന്ന് സൂക്ഷിച്ചോണം. അത് കേട്ടിട്ട് നമ്മുടെ രാജു ചോദിക്കുന്നു, അതെന്താ കാമരാജൻ അറുകൊലയോ മറ്റോ വരുമോ? കുറുപ്പ് പറയാം, അതിനെ അയാൾ മാസത്തെ ആദ്യ വെള്ളിയാഴ്ചയെ വരത്തുള്ളൂ. ഇതേ വേറെ കരിമ്പനിയിൽ നിന്നാണ് വരുന്നത്. സന്തോഷത്തോടെ അങ്ങോട്ട് വന്ന പിള്ളേരെ കുറുപ്പ് ഏതായാലും നല്ല ശരിയായ രീതിക്ക് പേടിപ്പിച്ചവരെ ഒരു മൂലയ്ക്ക് നിർത്തിയിട്ടുണ്ട്. രാജു ചോദിക്കുന്നു, എന്താ മേഡം ഇതൊക്കെ? രാജു, നമ്മളറിയാത്ത എന്തൊക്കെയോ മിസ്റ്ററീസൊക്കെ ഈ കോവിലകത്തുണ്ട് രാജു എന്ന് ഋതിയേയും പറയുക. സരസ്വതിയമ്മ വാതിക്കലിരുന്ന് പഴയ കാര്യങ്ങളൊക്കെ ഇങ്ങോട്ട് ഓർക്കുവാണ്. കുറുപ്പും കൂടെയുണ്ട്. പഴയ കാര്യങ്ങളെന്ന് വെച്ചാൽ പത്മാവതി, അതായത് സരസ്വതി അമ്മയുടെ മകള് ഋതികയുടെ അമ്മ, പത്മാവതിയും പ്രതാപനും വിവാഹം കഴിച്ചു വന്ന ആ സീനൊക്കെയാണ് നമ്മുടെ സരസ്വതി അമ്മ ഓർക്കുന്നത്. സരസ്വതി അമ്മ പറയുന്നു, എനിക്ക് അന്നത്തെ ആ ദേഷ്യം എനിക്ക് അടക്കാൻ കഴിഞ്ഞില്ല. ഞാൻ താലോലിച്ച് ഓമനിച്ച് വളർത്തിയ എൻ്റെ മകളല്ലേ ഇടനെഞ്ചിലിട്ട് ചവിട്ടിയിട്ട് കടന്നു പോവുകയാണെന്നറിഞ്ഞപ്പോൾ എനിക്ക് നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല കുറുപ്പേ. അതുകൊണ്ട് സംഭവിച്ചു പോയതാ. അന്നു മുതൽ ഉറക്കം നഷ്ടപ്പെട്ട ഒരാളാണ് ഞാൻ. കുറുപ്പൊന്ന് ഓർത്ത് നോക്കിക്കേ, ഉറക്കം നഷ്ടപ്പെട്ട ഒരാളിൻ്റെ മാനസികാവസ്ഥയെക്കുറിച്ച്. വാസ്തവത്തിൽ അതൊരു ഭ്രാന്തിന് തുല്യമല്ലേ? കണ്ണടയ്ക്കുമ്പോൾ എൻ്റെ മകളുടെ രൂപമാണ് മുന്നിൽ. മനുഷ്യനെ മനസ്സിലാക്കാനും ക്ഷമയോടെ മറ്റുള്ളവരുടെ പ്രശ്നങ്ങളെ നോക്കിക്കാണാനും പറ്റാത്തതിൻ്റെ കുഴപ്പം എന്തായാലും എല്ലാം ഞാൻ അനുഭവിച്ച് തീർക്കുക. കുറുപ്പ് പറയുന്നു, അതെല്ലാം ഇന്നലെ കഴിഞ്ഞ പോലെ തോന്നുക തമ്പുരാട്ടി. എല്ലാവരോടും ക്ഷമിക്കാനും പൊറുക്കാനും തമ്പുരാട്ടിക്ക് കഴിഞ്ഞ ഈ വലിയ മനസ്സുണ്ടല്ലോ, അതിനൊരുപാട് നന്ദിയുണ്ട് മേഡം. അതിന് ജീവിതാനുഭവങ്ങൾ കൊണ്ടല്ലേ കുറുപ്പേ തിരിച്ചറിവുണ്ടാകുന്നത്.
എന്നും എപ്പോഴും ഏത് സമയത്തും തിരക്കുകളിൽ നിന്നും തിരക്കുകളിലോട്ട് പോകുന്ന ഭർത്താവ്. പിന്നെ കുട്ടി ഉണ്ടായതിന് ശേഷം അവളല്ലായിരുന്നോ എൻ്റെ സർവ്വവും? അവളും കൂടി എനിക്ക് ഇല്ലാതാകുന്നു എന്നറിഞ്ഞപ്പോൾ ഞാൻ ആകെ തകർന്നു പോയി. തമ്പുരാട്ടി വിഷമിക്കാതെ, തമ്പുരാട്ടിക്ക് ഓമനിക്കാനും സ്നേഹിക്കാനും ഒരു പൊന്നുമോളെ തന്നിട്ടല്ലേ പത്മാവതി വേടം പോയിരിക്കുന്നത്. അതേ കുറിപ്പ്, എനിക്കിനി എല്ലാം എൻ്റെ ഋതുമോളാ. പ്രതാപവർമ്മയുടെ വീട്ടിൽ അംബിക താണ്ട ഏതാണ്ടൊക്കെ പോലെ ഇങ്ങനെ ചിന്തിച്ചിരിക്കുന്നു. അത് കണ്ടിട്ട് താണ്ട ദീപക്ക് പറയാം, എൻ്റെ അമ്മ ഒന്ന് സമാധാനപ്പെട്. അവനും അവളും കൂടി കൊട്ടാരത്തിലോ തറവാട്ടിലോ എവിടേക്കാന്ന് വെച്ചാൽ പൊയ്ക്കോട്ടമ്മേ, അമ്മയ്ക്കെന്താ അതിന്? എടാ, ആ രാജുവിനൊക്കെ അവിടെ ചെന്ന് കയറാനുള്ള യോഗ്യത ഉണ്ടോടാ? അതിനിപ്പോൾ എന്ത് ചെയ്യാനമ്മേ? പൊട്ടൻ ലോട്ടറി അടിച്ചെന്ന പോലെ അവനിപ്പോൾ ഋതികയെ കെട്ടിയില്ലേ? ആ കിളവി സരസ്വതി വർമ്മയ്ക്കുണ്ടല്ലോ, ഋതികയെന്ന് വെച്ചാൽ അങ്ങ് പൊരിഞ്ഞ സ്നേഹവാ. നമുക്കതിന് എന്ത് ചെയ്യാൻ പറ്റും? ഇവരെയൊക്കെ ഒന്ന് കലക്കാനും തകർക്കാനും എന്തെങ്കിലും ഒരു നല്ല പ്ലാൻ ഉണ്ടോയെന്ന് അത് വല്ലതും ആലോചിക്കമ്മേ. അല്ലാതെ ഞാൻ ആലോചിച്ചിട്ട് നമുക്കൊരു നിലനിൽപ്പുണ്ടെന്ന് തോന്നുന്നില്ല. എടാ മോനെ ദീപക്കെ, വെടക്കാക്കി തനിക്കാക്കുന്ന വിദ്യയൊന്നുമേ ഈ അമ്പിയയ്ക്ക് അറിയാൻ വയ്യാഞ്ഞിട്ടല്ല. ഇങ്ങോട്ട് വരട്ടെ അവള്, വരട്ടെ എന്നും പറഞ്ഞ അമ്മ ഇങ്ങനെ ഇരുന്നു. അപ്പോഴത്തേക്കും ശേഖരനും യാമിനിയും കൂടെ എന്തോ പറഞ്ഞുകൊണ്ട് വരുക. അംബികയെ അത് കണ്ടിട്ട് പറയാം, ദാണ്ടടാ മോനെ വരുന്നടാ ലക്ഷ്മണനും ഊർമിളയും. അംബികയ്ക്ക് ഒരു കൊട്ട് കൊടുക്കണമെന്ന് കരുതി തന്നെ ശേഖരൻ വന്നിട്ട് ചോദിക്കുക, എന്താ ചേച്ചി ഒരു ടെൻഷൻ പോലെ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്ത് പ്രശ്നമാണ് ശേഖര? ഞാനും എൻ്റെ മോനും കൂടെ ഋതികയുടെ കാര്യത്തെക്കുറിച്ച് സംസാരിക്കുമായിരുന്നു. ചേച്ചി എന്താ ഒരുമാതിരി ഇഷ്ടമില്ലാത്ത പോലെ പറയുന്നത്? ഋതുമോളെ നമ്മുടെ കുഞ്ഞല്ലയോ? അവളെ നമ്മുടെ മോളെന്നല്ലേ പറയേണ്ടത്? എനിക്ക് എന്നാൽ അങ്ങനെ ഓവർ സ്നേഹം കാണിക്കുന്നുവെന്ന് ഇഷ്ടമല്ല. പെൺകുട്ടികളോടെ അങ്ങനെയൊന്നും കാണിക്കാൻ പാടില്ല. അങ്ങനെ കാണിച്ചാലേ തലതെറിച്ച് പോവും. പിന്നെ ഋതികയെ ഞാൻ വളർത്തിയതാണെന്ന് നീ മറക്കരുത്. അയ്യോ എൻ്റെ ചേച്ചി, ആ വളർത്തിയ കാര്യമൊന്നും പറയാതിരിക്കുന്നതല്ലേ നല്ലത്. എന്തുവാടാ നീ പറഞ്ഞത് എന്നും പറഞ്ഞ് അമ്പി അങ്ങ് ചാടി എഴുന്നേക്കുവാണ്. അത് കണ്ടുകൊണ്ട് യാമിനി പറഞ്ഞു, എന്തുവാ ശേഖരേട്ടാ ഇത് ചേച്ചിയും അനിയനെയും കണ്ടാലേ എപ്പം നോക്കിയാലും വഴക്കാണല്ലോ. ഇവനെ ഈയിടെയായിട്ടാണ് ഇങ്ങനെ മാറിയത്. അല്ലാതെ ഇവൻ എൻ്റെ മുന്നിൽ പണ്ട് വരുമ്പോഴേ പേടിച്ചിട്ട് ഇവൻ്റെ മുട്ട് വിറയ്ക്കുമായിരുന്നു. ശേഖരൻ പറയുന്നത്, ചേച്ചിയോടുള്ള ബഹുമാനവും സ്നേഹമൊന്നും എനിക്ക് ഇപ്പോഴും കുറഞ്ഞിട്ടില്ല. പക്ഷേ അവരവരുടെ അഭിപ്രായം തുറന്നു പറയുന്നത് എന്താ തെറ്റാണോ? അപ്പോൾ പ്രതാപൻ അങ്ങോട്ട് വന്നിട്ട് ചോദിക്കുന്നു, എന്താ എല്ലാവർക്കും ഒരു പിരിമുറുക്കം പോലെ? സരസ്വതി അമ്മ ഇല്ലാത്ത സമയമല്ലേ? ഉടനെ തന്നെ അംബിക അവരുടെ പ്ലേറ്റ് മാറ്റി സംസാരിക്കാൻ തുടങ്ങുക. പ്രതാപ, എനിക്ക് നിന്നോട് 1-2 കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. അതിന് ചേച്ചി ചോദിക്കുക. അതിനെന്തിനാ ഇങ്ങനെ ഒരു മുഖവുര? പ്രതാപൻ എന്താ ഈ പഴയ കാര്യങ്ങളൊക്കെ അങ്ങ് മറന്നു കളയുന്നത്? നിന്റെ അമ്മായി അമ്മയായ സരസ്വതി അമ്മയുടെ പഴയ സ്വഭാവങ്ങളൊക്കെ നിനക്കറിയാലോ. ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേനെ ഒന്നും ആലോചിക്കാതെ തോക്കെടുക്കുന്നവരായിരുന്നു സരസ്വതി അമ്മ. അവർ പണ്ട് ചെയ്ത ദുഷ്ടത്തരങ്ങളൊക്കെ നിനക്ക് മറക്കാൻ പറ്റിയേക്കും, പക്ഷേ എനിക്ക് മറക്കാൻ പറ്റില്ല. പ്രതാപനെ ഒന്ന് പിരികേറ്റാൻ നോക്കുവാണ് നമ്മുടെ അംബിക. അവരെന്ത് ദുഷ്ടത്തരവാ ചേച്ചി എന്നോട് കാണിച്ചത്? അവരും ഒരമ്മയല്ലേ? ഇത് കേട്ടപ്പോഴേ അംബികയുടെ പിടിപ്പ് പോയി. ചേടാ, ഇവൻ കയ്യിൽ നിന്ന് വഴുതി പോയല്ലോ. ആ അമ്മയുടെ വിചാരങ്ങൾക്കനുസരിച്ച് അവരെന്നോട് പെരുമാറിയിട്ടുണ്ട്. അന്ന് എനിക്കതൊരു ഷോക്കായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിലും ഇപ്പോഴെനിക്കതിലൊരു തെറ്റും തോന്നുന്നില്ല. പിന്നെ ചേച്ചി എന്തിനാ ആ ഒരു കാര്യം ഇങ്ങനെ മനസ്സിൽ സൂക്ഷിക്കുന്നത്? ഈ സരസ്വതി വർമ്മയുടെ ഭർത്താവ്, അതായത് എൻ്റെ അമ്മായി അച്ഛൻ, അദ്ദേഹം നമുക്ക് ചെയ്തു തന്നതെല്ലാം ചേച്ചി അങ്ങ് മറന്നു കളഞ്ഞില്ലേ? അവരില്ലായിരുന്നെങ്കിൽ നമ്മളിന്ന് ഉണ്ടാവുമായിരുന്നോ ചേച്ചി എന്നൊക്കെ പ്രതാപൻ ചോദിക്കുമ്പോൾ അംബികയുടെ നല്ല ജീവൻ പോയി. അവൾ വീണ്ടും വിളറി വെളുത്തങ്ങനെ നിൽക്കുവാണ്. എങ്ങനെയും പ്രതാപനെ തൻ്റെ കൈക്കുള്ളിലാക്കണമെന്ന് തന്നെ അംബിക വിചാരിച്ചുകൊണ്ട് വീണ്ടും പറയുക, അല്ല പ്രതാപ, ഈ സരസ്വതി വർമ്മയുടെ തീരുമാനത്തിനനുസരിച്ച് ഋതികമോളെ അവരുടെ കൈകളിൽ വിട്ടുകൊടുക്കണമെന്നാണോ നീ പറയുന്നത്? ഋതുമോളുടെ ആരാണ് സരസ്വതി വർമ്മയെന്ന് ചേച്ചി ആദ്യം തന്നെ തിരിച്ചറിയും. ഋതുമോളുടെ സ്വന്തം അമ്മാമ്മയാണ് അവർ. ഒരു പക്ഷേ മാതാപിതാക്കളെക്കാളും തീവ്രതയുള്ള ഒരു റിലേഷൻ. സരസ്വതി വർമ്മ എന്താണോ ഋതികയോട് പറയുന്നത് അവളത് കേട്ടിരിക്കണം. അഥവാ അവളത് കേട്ടില്ലെങ്കിൽ ഞാൻ അവളെ കൊണ്ട് കേൾപ്പിച്ചിരിക്കും എന്ന് പ്രതാപൻ പറഞ്ഞിട്ടങ്ങ് പോവാണ്. അംബികയ്ക്ക് ഇതിപ്പരം നാണക്കേടേയില്ല. ശേഖരനിങ്ങനെ സൂക്ഷിച്ച് അംബികയെ നോക്കിയിട്ട് മനസ്സിൽ പറയുക, ഈ സ്ത്രീയെ ഞങ്ങളുടെ അമ്മ തന്നെയാണോ പ്രസവിച്ചത്? ദീപക്ക് ചോദിക്കുക, അല്ലമ്മേ, വല്യമ്മാവനും അമ്മയും കൂടെ എന്തൊക്കെയാണ് സംസാരിച്ചത്? കേട്ട് നിന്ന് എനിക്കൊന്നും മനസ്സിലായില്ല. എന്തൊക്കെയമ്മ ഇതിൻ്റെ പിന്നിലെ ഹിസ്റ്ററി? അതൊക്കെ ആർക്കും അറിയാൻ പാടില്ലാത്ത ചരിത്രമാണ്. ആരും അറിയരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ അവസാനം എല്ലാവരും അറിയും. അതാണ് കാലത്തിൻ്റെ കളി. അംബിക ഉള്ളിൽ മറച്ചു വച്ചിരിക്കുന്ന രഹസ്യങ്ങൾ ഓരോന്നായിട്ട് പുറത്തു വരുമെന്നുള്ള ആ ഒരു ഭയത്തിൽ അംബിക ഇങ്ങനെ നിൽക്കുവാണ്.
ജയൻ ഇങ്ങനെ ഹാങ് ഓവറൊക്കെ വിട്ടിങ്ങനെ പതുക്കെ എഴുന്നേറ്റ് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ പ്രിയ പതുക്കെ സ്നേഹത്തോടടുത്ത് ചെന്നിട്ട്, അല്ല ജയേട്ടാ, ആ പൈസ എവിടുന്നാണ് കിട്ടിയത്? എടി പ്രിയ, ഞാനൊരു ബിസിനസ് തുടങ്ങാൻ പോവാ, അതിനുള്ള അഡ്വാൻസ് കിട്ടിയതാ. പ്രിയ അവൻ്റെ കൈയുടെ വിരൽ പിടിച്ച് ഒടിച്ചിട്ട് ചോദിക്കുന്നു, നിങ്ങൾ ബിസിനസ് ചെയ്യാൻ പോകുന്നതിന് നിങ്ങൾക്ക് അഡ്വാൻസ് കിട്ടിയെന്നോ? അയ്യോ എന്നും പറഞ്ഞ് ജയൻ കരയുന്നുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, ജയൻ ആ വേദന സഹിക്കാൻ വയ്യാതെ പ്രിയയോട് ആ സത്യങ്ങളൊക്കെ പറയുമോ? പ്രിയ അത് രാജുവിനെ അറിയിക്കുമോ? അങ്ങനെ അറിയിച്ചാൽ രാജുവിന് നല്ലത്, അറിയിച്ചില്ലെങ്കിൽ രാജുവിനെ എങ്ങനെയും തകർക്കാനിരിക്കുന്ന അംബികയ്ക്ക് അതൊരു വലിയ ആയുധമായി മാറും. ഇനി അതിനെക്കുറിച്ചുള്ള റിവ്യൂവുമായി നമുക്ക് നാളെ കാണാം. എൻ്റെ ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻസും, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.